സ്വാതി നക്ഷത്രം, അതായത് ചോതി നക്ഷത്രം. ചോതി നക്ഷത്രക്കാർ പൊതുവെ സ്വതന്ത്ര ചിന്താഗതിയുള്ളവരായിരിക്കും. ജീവിതത്തിൽ മൗലികതയും സവിശേഷതയും പുലർത്താൻ ആഗ്രഹിക്കുന്നവർ. അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഇവരെ ചിലപ്പോൾ മാനസികമായിട്ട് സമ്മർദ്ദത്തിലാക്കും. വ്യവസായ വ്യാപാര മേഖലകളിൽ തിളങ്ങാൻ കഴിവുള്ളവരാണ് ചോതി നക്ഷത്രക്കാർ. തീർച്ചയായും ആത്മവിശ്വാസം പുലർത്തുന്നവരും ആത്മാർത്ഥമായി ജോലി നയിക്കുന്നവരുമാണ് ചോതി നക്ഷത്രക്കാർ. ഏപ്രിൽ 2, 11, 20, 29 എന്നീ ദിവസങ്ങളിൽ ജോലിയിൽ മികച്ച മുന്നേറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏപ്രിൽ 7, 16, 25 എന്നീ ദിവസങ്ങളിൽ ജോലിയിൽ സമ്മർദ്ദം നേരിടേണ്ടി വരും. പ്രൊഫഷണൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ ഇടയുണ്ട്. അതുകൊണ്ട് പുതിയ അവസരങ്ങൾ ഉണ്ടാവും. വ്യാപാരികളും വ്യവസായികളും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉചിതമായ ഒരു സമയമാണ് ഏപ്രിൽ. സംഘർഷാത്മകമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഏപ്രിൽ 4, 13, 22 ഈ 3 ദിവസങ്ങളിൽ സാമ്പത്തിക മെച്ചം എന്തായാലും ഉണ്ടാവും. ഏപ്രിൽ 9, 18, 27 വലിയ സാമ്പത്തിക ഇടപാടുകൾ എന്തായാലും ഉണ്ടാകും. സമ്പാദ്യ മാർഗങ്ങളിൽ പുതിയ സാധ്യതകൾ തേടാൻ വളരെ നല്ലൊരു സമയമാണ്. ഇടപാടുകൾക്ക് മുമ്പ് വളരെ കരുതലോടെ തന്നെ ഇറങ്ങുക. വഞ്ചനയ്ക്ക് മുന്നിൽ പെടാതിരിക്കുക. വഞ്ചനകളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അലസതയോ അല്ലെങ്കിൽ ധാരണയില്ലായ്മയുള്ള നിക്ഷേപങ്ങളിൽ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമുണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഏപ്രിൽ 5, 14, 23 ഈ 3 ദിവസങ്ങളിലും ആരോഗ്യപരമായിട്ട് മികച്ച ദിവസങ്ങളായിരിക്കും. ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം എന്നിവയെല്ലാം നിങ്ങൾ എന്തായാലും നേരിടേണ്ടി വരും. ആരോഗ്യപരമായിട്ടുള്ള ചെലവുകൾ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുൻകരുതൽ എടുക്കുക. ഏപ്രിൽ 6, 15, 24 കുടുംബ ബന്ധങ്ങളിൽ ഗുണകരമാകും. വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളിൽ വിശ്വസ്തത കാട്ടേണ്ട സമയമാണ് ഇത്. സന്താന സുഖം ആഗ്രഹിക്കുന്നവർക്കായി ഇതൊരു ശുഭ സമയമാണ്. പഴയ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കളായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത് നന്നായിരിക്കും. കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾ എന്തായാലും ഒഴിവ് എടുത്തേ പറ്റുള്ളൂ. ആ ഒഴിവുള്ള സമയത്ത് നന്നായി തന്നെ ഉറങ്ങുക. ആവശ്യത്തിന് ഉറങ്ങുക. ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. ഞാൻ ഒരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് അല്ല. ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ്. ഞാൻ യൂടോക്ക് ഇന്നർ വോയിസ് എന്ന ചാനലിൽ ഡാർക്ക് സൈക്കോളജീനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നുമുണ്ട്. അതിൽ നിങ്ങൾ ആരെങ്കിലും പറ്റിക്കാൻ വരുന്നുണ്ടോ, നിങ്ങൾ ആരെങ്കിലും നശിപ്പിക്കാൻ വരുന്നുണ്ടോ, അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വിജയിക്കാം, നിങ്ങൾക്ക് എങ്ങനെ പല കാര്യത്തിലും വിജയിക്കാം എന്ന ടോപ്പിക്സൊക്കെയാണ് ഞാൻ അതിൽ ഇടുന്നത്. പക്ഷേ ഞാൻ സൈക്കോളജിയിൽ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണ് എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആസ്ട്രോളജിയിൽ ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്വഭാവം എന്ന് ആസ്ട്രോളജി എഴുതിയിട്ടുണ്ട്. ആ സ്വഭാവത്തിനനുസരിച്ചായി നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുക്കുക. അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഭാവിയും പോവുക. അപ്പോൾ ഞാൻ ഇതെൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അവരുടെ ഭാവി പ്രവചിക്കുമ്പോൾ അവരാദ്യം വിശ്വസിച്ചില്ല. പക്ഷേ കാലക്രമേണ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അന്ന് പറഞ്ഞത് ശരിയായി എന്നുള്ളത്. അപ്പോൾ അതും കൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്.